ഹായ് ഫ്രണ്ട്സ്, ലുബിനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. പായസം വെക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി കുതിർത്ത് വെച്ചതാണ്. ഈ കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം വേവിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്ക് ഗോതമ്പാണിത്. വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്കുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 5 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു 4 കട്ട ശർക്കര എടുക്കുകയാണെങ്കിലും പാകത്തിനുള്ള മധുരം ഉണ്ടാവും. മൂന്ന് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവി പോയതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നന്നായി വേവായിട്ടുണ്ട്. വേവിച്ച് വെച്ചതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് അരിച്ചൊഴിക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ശർക്കരയൊക്കെ നുറുക്ക് ഗോതമ്പിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. തേങ്ങാപ്പാൽ എടുക്കാനുള്ള മടി കൊണ്ടാണ്, എങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണിത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒത്തിരി കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, തണുക്കുമ്പോൾ ഒന്ന് കുറുകി വരും. ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ നെയ്യോട് കൂടി തന്നെ നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്.